ഹേ ഗൈസ്, വെൽക്കം ടു പുതിയൊരു വ്ളോഗ്. അപ്പോൾ ഇത് ഡിസംബർ മാസമാണ് സുഹൃത്തുക്കളെ. ഒരുപാട് പ്രത്യേകതയുള്ള ഒരു മാസമാണ്. ക്രിസ്മസ്, ന്യൂ ഇയർ, പിന്നെ അച്ഛൻ്റെ അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി ഒക്കെ വരുവാണ്. അപ്പോൾ ഒരുപാട് വിശേഷങ്ങളുള്ള ഒരു മാസമാണ് ഡിസംബർ. അതുമാത്രമല്ല, ഡിസംബർ മാസത്തിൽ രാത്രി പുറത്തിറങ്ങാനൊക്കെ കുറച്ച് നല്ല രസമാണ്. കാരണം എന്ന് വെച്ചാൽ ഫുൾ എല്ലായിടത്തും ലൈറ്റും ബഹളവും തണുപ്പും അങ്ങനത്തെയൊക്കെ ഒരുപാട് വൈബുള്ള ഒരു മാസവും കൂടെയാണ് ഡിസംബർ എന്ന് പറയുന്നത്. വീട്ടിന്റെ ഫ്രണ്ടിലൊക്കെ കാണാൻ നല്ല രസമാണ്. പുൽക്കൂടൊക്കെ ഉണ്ടാക്കുന്നത്, സ്റ്റാറൊക്കെ ഇട്ട് ചെറിയ ലൈറ്റ് ഒക്കെ ഇട്ട്. പക്ഷെ നമുക്ക് ഇങ്ങനെ ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കണമെന്നൊരു ആഗ്രഹമായിട്ട് നമ്മൾ ഒരാളെ കൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങി. അതാ അച്ഛന് ഭയങ്കര ആഗ്രഹം കഴിച്ച് ഇന്ന് പുൽക്കൂട് പണിയണമെന്ന്. കുറെ ദിവസം കൊണ്ടേ പറയുന്നത് പുൽക്കൂട് വെക്കണം എന്ന്. അപ്പൊ ഞാൻ എന്തായാലും വിചാരിച്ചു ഓക്കെ പുൽക്കൂട് വെച്ചേക്കാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പുൽക്കൂട് വെച്ചായിരുന്നാ? ഇല്ല, കഴിഞ്ഞ പ്രാവശ്യം വെച്ചില്ലേ? കഴിഞ്ഞതിന് വെച്ചായിരുന്നു. കഴിഞ്ഞതിന് വെച്ചിട്ടല്ലേ ഉണ്ണിയേശുവിന്റെ അടുത്ത് അകത്ത് വെച്ച. പിന്നെ നമ്മള് പുൽക്കൂട് വെച്ചില്ല, നമ്മള് ഫുഡ് ഉണ്ടാക്കിയായിരുന്നു അല്ലേ? എന്തരാ ആ കരിക്കിനകത്തായിരുന്നു എന്തോ സംഭവം ചെയ്തായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം വെക്കാൻ പറ്റിയില്ല. അപ്പൊ ഇപ്രാവശ്യം എന്തായാലും പുൽക്കൂട് വെച്ച് ലൈറ്റൊക്കെ ഇട്ട് അലങ്കരിച്ച് രാത്രി ആകുമ്പോഴത്തേന് കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. ഈ ഭാഗത്തായിട്ട് വെക്കാം. ഈ പോച്ചയും എല്ലാം കൂടെ ആകുമ്പോഴത്തേന് നല്ല മൊത്തത്തിൽ ഒരു കാട് കണക്ക് പോകുന്നില്ലേ? ഫുൾ അച്ഛന്റെ ഒരു ഐഡിയ ആണ്. ഉണ്ണിയേശു എന്തിയെ? ഉണ്ണിയേശു ഒക്കെ ഉണ്ടാ? അതെ അതെ അതെ. പിന്നെ സ്റ്റാർ കുറച്ച് മേടിക്കണം. സ്റ്റാർ മേടിക്കണം, ലൈറ്റിന്റെ കുറച്ച് ലൈറ്റ് കൂടെ മേടിക്കണം. ഇന്ന് മൊത്തം ഒന്ന് കളറാക്കും. പള്ളി പെരുന്നാള് അത്ര തന്നെ, അത് വേറെ വൈബാണ്. പിന്നെ അത്രേ ഉള്ളു. പിന്നെ ഉണ്ണിയേശുവിന്റെ ഒരു പാട്ടും പാടാൻ പോകും. പാട്ടും പാടും ഉണ്ണിയേശുന്റെ. ഏത് പാട്ടാണ്? അതൊക്കെ ഉണ്ട്. ഒരു പാട്ട്, രണ്ടുപേര് ആദ്യം തുടക്കമല്ലേ? രണ്ടുപേര് അത് അല്ലേ? വേണ്ട, നമുക്ക് ലാസ്റ്റ് പാടാം. ഓക്കെ ഓക്കെ. വണ്ടിയുടെ ഈ വണ്ടിയുടെ ഇതൊക്കെ എടുക്ക. അല്ലേ വേണ്ട, ലാസ്റ്റ് പാടാം. അച്ഛൻ ഭയങ്കര പാട്ടാ. ഇപ്പൊ കുറച്ച് നാളായിട്ട് പാട്ട് പാടൊക്കെ കേട്ടോ. പിന്നെ തുടങ്ങണം കേട്ടോ. ഞാൻ പ്രോത്സാഹിപ്പിക്കാം കൂടുതൽ. ഇതെടുക്കാം. ഇതിപ്പോ ഇതിൽ സാധനം കൊണ്ടുവരാൻ പറ്റത്തില്ലല്ലേ? അതെടുത്താൽ മതി. താറില്ല കേട്ടോ. താർ എന്റെ ഫ്രണ്ട് കൊണ്ടുപോയേക്കോ. അപ്പം അല്ലെങ്കിൽ താറിനകത്ത് സാധനങ്ങൾ കൊണ്ടുവരാൻ കുറച്ചുകൂടെ എളുപ്പമായിരുന്നല്ലേ? അമ്മി ഓട്ടോമാറ്റിക് ഡോറാണ് കണ്ടോ, താനെ അടയും. ലെറ്റ്സ് ഗോ ഗൈസ്, ലെറ്റ്സ് ഗോ ടു മുളവെട്ടൽ. നമ്മുടെ കുടുംബ വീട്ടിന്റെ അവിടെ കുറെ മുളയുണ്ട് കേട്ടോ. നമുക്ക് അതിൽ നിന്ന് ചെറുത് മതി കേട്ടോ. ഒരുപാട് വലിയ മുളയൊന്നും വേണ്ട, കുഞ്ഞു മുള മതി. അല്ലെങ്കിൽ അത് ചുമന്ന് പൂപ്പാട് വരും. ഓക്കെ, മുള ബിരിയാണി, മുളങ്കഞ്ഞി, മുള വെച്ച് പുൽക്കൂട് ഉണ്ടാക്കുക. ഈ മുളയായിട്ട് എന്തൊക്കെ ഒരു ബന്ധമുണ്ട് അച്ഛന്. മുള ഫ്രൈ അല്ലല്ല, ഈ മരത്തിന്റെ മണ്ടേ അതൊക്കെ പണ്ടത്തെ അച്ഛന്റെ എന്റർടൈൻമെന്റ് ആണ്. ഫൈനലി ഗൈസ്, മുളമൂട്ടിലെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അച്ഛാ ഏത് മുള എടുക്കുന്ന? സൈസ് കുറഞ്ഞ് നീളമുള്ള മുള. വെട്ടിക്കോ. മാറിയില്ലേ? പൊട്ടി. അത് കീറിയോ? ഇത് ഭയങ്കര വലുതല്ലിയമ്മ. ദൈവമേ, വല്ല കമ്പും എങ്ങനെ വെട്ടിയാ മതിയായിരുന്നു. ഇത് ഇനി ഇങ്ങനെ കാറിൽ എങ്ങനെ കൊണ്ടുപോകും? ആ ടെമ്പോ എങ്ങനെ വിളി? കട്ട് ചെയ്ത് കൊണ്ടുപോവാ. മതി. ഓക്കെ, ആ പൊക്കോ, നടന്നങ്ങ് വെക്കോ. അല്ലേ ഇതെങ്ങനെ കാറി കയറ്റും? അതൊക്കെ കീറുന്ന ഇത് കാറിന്റെ അത്ര നീളമുണ്ട് ഈ സാധനത്തിന്. ഇങ്ങനെ പകുതി വെളിയില, എന്നാലും വെളിയിലല്ലേ? ഞാൻ പറഞ്ഞതാ ഇത്രയും വലുത് വേണ്ടത്. അതാ അച്ഛ ഒരു കാര്യം ചെയ്, ഡിക്കിയിലിരുന്നു ഇതും പിടിച്ചോണ്ട്. അല്ല, ഇതിന്റെ പ്ലാനൊക്കെ ഉണ്ടാ? മറ്റേ വരച്ച് അങ്ങനെയൊന്നും ഇല്ല, അങ്ങ് പണിയുക. അതെ അതെ, എനിക്ക് എന്തെങ്കിലും പണിതാ, ഞാനിവിടെ ചെയ്യാം. താ എന്തിനാ പണി ചെയ്യണ്ടേന്ന് പറഞ്ഞാ? അടിക്കാനാ? അതെ, ഈ ചുറ്റിയല്ല ഇത് പൊട്ടിയിരിക്കും. ഇത് തലയെ വീഴൂലേ? കൈ മാറ്റി വെച്ചു, അതിനകത്തൊക്കെ കൊള്ളില്ല. ഒരു വശം കിട്ടുന്നില്ല. അടി. ഓഹോ, പിടിച്ചോ.
ഓക്കെ അടിച്ച് തകർത്തോളൂ. ഓക്കെ നല്ല പണി. പണിഞ്ഞേ കൊടു മുണ്ടാക്കി. ഓക്കെ ആ ഉച്ച ഇങ്ങോട്ട് കാണിക്കും. നമ്മൾ ഉണ്ടാക്കുന്നത് അത്ര വലിയ പുൽക്കൂടൊന്നും അല്ല കേട്ടോ, ചെറിയൊരു മീഡിയം സൈസ് പുൽക്കൂടാ. കാരണം കുഞ്ഞേശു അല്ലേ, പക്ഷെ കുഞ്ഞേശു എന്നല്ലേ. അമ്മക്ക് എന്തൊരു ഇങ്ങനെ പണ്ട് ഇങ്ങനെ അമ്മ വീട്ടിലൊക്കെ പുൽക്കൂടൊക്കെ ഉണ്ടാക്കുമായിരുന്നു പണ്ട് കൊച്ചിലെ. ചുമ്മാ അപ്പൊ ക്രിസ്മസിന് സാധാരണ എന്ത് ചെയ്യും? നമുക്ക് അറിയത്തില്ല, ക്രിസ്മസ് ഒന്നും അങ്ങനെ ക്രിസ്മസും അറിയത്തില്ലായിരുന്നു, കലണ്ടർ ഒന്നും ഇല്ലായിരുന്നു വീട്ടില്. കലണ്ടറൊക്കെ ഉണ്ടായിരുന്നു. പോടാ. ഇതെപ്പോ തീരുമോ? നമ്മളൊരു നേരം കെട്ട നേരത്താണോ തുടങ്ങി. ഇനി വൈകുന്നേരം ആകുമ്പോഴത്തേന് ഇനി മഴയും പെയ്യും. പണിഞ്ഞ് അച്ഛൻ പണിയും അഴിക്കും പണിഞ്ഞോണ്ടിരിക്കുക. ഇതെപ്പോ തീരുമെന്ന് എനിക്കറിയത്തില്ല. അമ്മ ചായ ഇട്. ഞാൻ ചായ ഇടാം. ചായ ഇടുമ്പോഴത്തേന് ഞാൻ എന്തെങ്കിലും മേടിച്ചിട്ട് തരാം. ഷവർമ ആണോ? അമ്മയ്ക്ക് ഷവർമ ഭയങ്കര ഇഷ്ടമാട്ടോ. ഷവർമ ആണോ? അച്ഛനെന്തിനാണോ? എനിക്ക് ഷവർമ. അമ്മയ്ക്ക് ഷവർമ. ഓ അതെ. പിന്നെ വന്ന് ചായയിൽ ഏലക്ക ഇടണേ കേട്ടാ. ഏലക്ക ഉണ്ടായിട്ട് കേട്ടോ, വേറൊരു ടേസ്റ്റാ. സെറ്റ്. ഇല്ല ലെറ്റ്സ് ഗോ ഗൈസ്. പുറത്തോട്ട് പോയിട്ട് എന്തെങ്കിലും മേടിച്ചിട്ട് വരാം. വന്ന വഴിക്ക് കയറും കൂടെ മേടിച്ചു കേട്ടോ. ഷവർമയും കയറും എന്താ കോമ്പിനേഷൻ. രണ്ടടാ ഞാൻ വീഡിയോ എടുക്കുമ്പോ തിരിഞ്ഞങ്ങ് നിന്നാ. ഞാൻ കപ്പിലെ ചായ കൂച്ചത്തുള്ളൂ കേട്ടോ. കടി കൊള്ളാവോ? കഴിച്ചിട്ട് ബാക്കി പണി തുടരാ സുഹൃത്തുക്കളെ. അമ്മ വേണ്ട അപ്പുറത്തെ വീട്ടിൽ നിന്ന് കൊണ്ട് കച്ചിലൊക്കെ മുട്ടിച്ചോണ്ട് വരുന്നു. കച്ചില് കുറച്ചായിട്ട് ഇപ്പൊ മേടിക്കാൻ കിട്ടത്തില്ല കേട്ടോ, വലുതായിട്ട് മേടിക്കണം. നമുക്ക് അത്ര വേണ്ടല്ലോ, അതുകൊണ്ട് അപ്പുറത്തെ വീട്ടിൽ നിന്ന് പോയി എടുത്തിട്ട് വന്നു. അതാ ഇനി അപ്പുറത്ത് വേറൊരു പശു കൂടെ ഉണ്ട്, അവിടുന്ന് കൂടെ പോയി മേടിച്ചിട്ട് വാ. അപ്പൊ കുറച്ചുകൂടെ ആയി. അതെ ഇത് കുറെ നേരമായി എനിക്ക് ബോറടിക്കുന്ന കേട്ടോ. ഞാൻ ഇനി ഒരു സൈഡിൽ നിന്ന് ഞാൻ പൊളിച്ചു തുടങ്ങും, എനിക്ക് ബോറടിക്കുന്നു കേട്ടല്ലേ. പെട്ടെന്ന് പണി, അല്ലെങ്കിൽ ഇതുവരെ പണിഞ്ഞതൊക്കെ ഇപ്പൊ വെള്ളത്തിലാവും. ഈ ഉണ്ണിയാശുവിനെ എവിടെയെങ്കിലും പിടിച്ചൊന്ന് ഇടാൻ നോക്കണത്താമോ? ഞങ്ങൾ അപ്പോഴേക്കും ശരിയാക്കി കൊണ്ടുവരാം. ഞാൻ അങ്ങ് പോയേക്കാം, ഒറ്റയ്ക്ക് അങ്ങ് ഉണ്ടാക്ക്. പുൽക്കൂട് റെഡിമെയ്ഡ് മേടിക്കാനും കിട്ടുമല്ലേ? പക്ഷെ അന്ന് നമുക്ക് മേടിച്ചങ്ങ് വെച്ചാൽ മതിയായിരുന്നു. പണി ഏകദേശം ഇത്ര ആയിട്ടുണ്ട് കേട്ടോ. പുല്ലും കൂടെ ഒക്കെ ഇട്ട് കഴിയുമ്പോഴത്തേന് സെറ്റ് ആവും കേട്ടോ. ബ്ലൂം അടിച്ചോ? അച്ഛനൊരു ബ്ലൂം അടിച്ചോ? ഭയങ്കര മഴ ഗൈസ്, മഴ ഇതുവരെ നിന്നില്ല കേട്ടോ. ഇനി ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് ഫൈനൽ ലുക്ക് കാണിച്ചു തരാം ഗൈസ്. ഹേ ഗായ്സ്, അപ്പോൾ നമ്മുടെ പുൽക്കൂടിന്റെ വർക്കും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് സുഹൃത്തുക്കളെ. നമ്മൾ ഇന്നലെ തുടങ്ങിയ പരിപാടിയാണ് ഇന്ന് രാത്രിയാണ് തീർന്നത്. അല്ലെങ്കിൽ രാത്രി സമയത്ത് തന്നെ നമുക്ക് പുൽക്കൂട് എടുത്ത് വെച്ചിട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് അപ്പൊ തന്നെ വീഡിയോ എടുക്കായിരുന്നു. പക്ഷെ ഇന്നലെ ഫുള്ള് മഴയായിരുന്നു, ഇന്ന് രാവിലെ മഴയായിരുന്നു. ഇപ്പൊ ഈ വൈകുന്നേരം സമയം കുറച്ച് നേരമാണ് മഴ ഒന്ന് ഒതുങ്ങിയിരുന്നത്. അപ്പോഴത്തേനും തന്നെ നമ്മൾ പോയി ലൈറ്റും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് അടിപൊളിയായിട്ടുണ്ടല്ലേ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല, ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചപ്പോഴത്തേനും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തിട്ട് നിങ്ങൾ പോയിട്ട് ആ ഒരു ഫൈനൽ ലുക്ക് കണ്ടിട്ട് വരിക സുഹൃത്തുക്കളെ. അപ്പൊ നമ്മളെ പുൽക്കൂട് എങ്ങനെ ഉണ്ടെന്ന് കമന്റ് ചെയ്യണം. അതെ ഗൈസ്, പുൽക്കൂട് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ കമന്റ് ചെയ്യാം കേട്ടോ.
ഇതാണ് ഗൈസ് ആ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ചന്ദ്രൻ ഇതിന് പിന്നെ വെക്കുന്നതിനൊക്കെ ഏതാണ്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അറിയത്തില്ല, എനിക്കും അറിയത്തില്ല. ഇത് വെക്കുന്നതിന് ഒരു രീതി ഉണ്ട് കേട്ടോ, അത് കറക്റ്റ് ആയിട്ട് എനിക്കും അറിയത്തില്ല. പിന്നെ അങ്ങ് വെച്ചു എന്നേ ഉള്ളൂ. പിന്നെ ഉണ്ണിയേശുവിനെ വെക്കുന്നതും 25-ാം തീയതിയാണ്, ക്രിസ്മസിന്റെ അന്നല്ലേ ഉണ്ണിയേശു ജനിക്കുന്നത്. അപ്പൊ അന്നാണ് വെക്കുള്ളത്. പിന്നെ ആ ഒരു പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ട് അങ്ങ് വെച്ചെന്നേ ഉള്ളൂ കേട്ടോ. സംഭവം എന്തായാലും നല്ല രസമുണ്ട്. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പോൾ പുൽക്കൂടൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യണം കേട്ടോ. ഇഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട്, അതെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരു അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് നേരുന്നു. എല്ലാവരും ക്രിസ്മസിന് നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ച് നല്ല ഹാപ്പി ആയിട്ട് സെറ്റായിട്ടിരിക്കുക. അപ്പോൾ നമ്മളും ഹാപ്പിയാണ്. ഹാപ്പി അല്ലേ? ഹാപ്പി, വളരെ ഹാപ്പിയാണ് സുഹൃത്തുക്കളെ. ഹോപ്പ് ഗൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി ഇതുപോലുള്ള വെറൈറ്റി വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.